മനുഷ്യൻ ദൈവത്തിനെതിരെ സ്വന്തം സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചുകൊണ്ട് ദൈവത്തിനെതിരെ പാപം ചെയ്യുവാൻ ഉപയോഗിച്ച അതേ ശരീരത്തിന്റെ അവസ്ഥയിൽ പാപപരിഹാരം ചെയ്യുകയാണ് യേശുക്രിസ്തു കുരിശിലെ ബലിയിലൂടെ ചെയ്തത്. ഹല്ലേലൂയ. അങ്ങനെ ദൈവം ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും എല്ലാ മനുഷ്യരുടെയും, ഇവിടെ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഭാഷയോ സംസ്കാരമോ ഒന്നുമില്ല. കാരണം ദൈവം മനുഷ്യനെയാണ് സൃഷ്ടിച്ചത്. മനുഷ്യൻ അതിർവരമ്പുകൾ സൃഷ്ടിച്ചു, മതങ്ങളെ സൃഷ്ടിച്ചു. ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഒരു മാർഗമാണ്, അതൊരു മതമല്ല. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് ദൈവത്തിലേക്കുള്ള വഴി ചൂണ്ടിക്കാണിച്ച് നൽകിക്കൊണ്ട് വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ പക്കലേക്ക് പ്രവേശിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള സകല മനുഷ്യരുടെയും വഴി, മാർഗം, സത്യമായ വഴി ഞാനാണ് എന്ന് പ്രഖ്യാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് കാണിച്ചു തന്ന മാർഗമാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ പിൻപറ്റുന്നവർ, ആ യേശുക്രിസ്തുവിന്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവർ നിത്യതയെ ലക്ഷ്യമാക്കി കടന്നു പോകുന്ന മാർഗമാണ്, വഴിയാണ് യേശുവിനെ പിൻപറ്റുന്ന ക്രൈസ്തവ മാർഗം. ഹല്ലേലൂയ. അങ്ങനെ എല്ലാ മനുഷ്യരുടെയും പാപപരിഹാരത്തിന് വേണ്ടി ഭൂമിയിലേക്ക് കടന്നു വന്ന മിശിഹാ തമ്പുരാൻ നമ്മളെ എല്ലാവരെയും ഒരിക്കൽ കൂടി വിശുദ്ധീകരിച്ച് ദൈവപിതാവിന്റെ പ്രിയപ്പെട്ട മകനും മകളുമാക്കി നമ്മെ രൂപാന്തരപ്പെടുത്തി. അങ്ങനെ അവിടുന്ന് കാൽവരി കുരിശിൽ മരണം വഴി പാപപരിഹാരം ചെയ്യുകയും മരണത്തിലൂടെ പാപത്തെയും പിശാചിന്റെ ദംശനത്തെയും സർപ്പത്തിന്റെയും പാപത്തിന്റെ എല്ലാ ആധിപത്യങ്ങളെയും നിരായുധമാക്കിക്കൊണ്ട് അവിടുന്ന് കുരിശിൽ അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കിക്കൊണ്ട് മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് മൂന്നാം നാൾ മഹത്വത്തോടെ ജീവനിലേക്ക് ഉത്ഥാനം ചെയ്തു. ഇത് ദൈവം ഈ ലോകത്തിലെ മനുഷ്യരോട് കാണിക്കുന്ന ആഴമളക്കാനാവാത്ത കരുണയാണ്, സ്നേഹമാണ്. തന്നിൽ നിന്ന് അകന്നുപോയ മനുഷ്യന് വേണ്ടി സ്വർഗത്തിന്റെ സകല മഹിമയും വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ വചനമായ ക്രിസ്തു നമ്മെ കാണിച്ചു തന്നു, നമ്മെ പഠിപ്പിച്ചു. ദൈവം സ്നേഹമാണ്.